ആദ്യമായിട്ട് കക്കൂസ വ്ളോഗ് ചെയ്ത ആള് ഞാനായിരിക്കും. അടിച്ച് കിണ്ടിയായിട്ടാ റമ്മ അവിടുന്ന് ക്രിക്കറ്റേഴ്സിന് വേണ്ടിയിട്ട് നല്ല വലിയ സാധനമാണ്. അവിടുന്ന് ഇങ്ങനെ വന്ന് കറങ്ങി ഇട്ടിച്ച് ബാർബേഡോസ് കഥകളും റമ്മും എപ്പിസോഡ് 3 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ഡിസ്റ്റിലറി ആയിട്ടുള്ള ഫോർ സ്ക്വയർ ഡിസ്റ്റിലറി, അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് ബീച്ച്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ റം കൾച്ചർ അല്ലെങ്കിൽ ആൽക്കഹോൾ കൾച്ചറാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. ഫ്രെഡ് റെഡി. ബാർബേഡോസിലേക്ക് യൂറോപ്യൻസ് വന്ന് സെറ്റിലായി ഇവിടെ ഒരു ബിസിനസ് ചെയ്യാനുള്ള മുഖ്യ കാരണം പഞ്ചാരയാണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ. പഞ്ചാര എന്ന് പറയുമ്പോൾ കരിമ്പിനോട് ആസ്പദമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള കൾച്ചറും കൃഷിയും കച്ചവടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫോർ സ്ക്വയർ ഡിസ്ട്രിക്റ്റിലേക്ക് പോണ വഴിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കരിമ്പും തോട്ടം കാണുന്നതും അതുപോലെ തന്നെ അവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും മാമനും കൂടി ഇങ്ങനെ പോണ വഴിക്ക് റോഡിൽ കണ്ടതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുള്ള വലിയ കരിമ്പും തോട്ടമുണ്ട്. ഭയങ്കര വലിയ കരിമ്പും തോട്ടം. അത് കരിമ്പ് പറയ്ക്കണത് സീനാക്കിട്ടാ. ഇത് ഇനി അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോണ വഴിക്ക് കണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഇവിടെ വന്നിട്ട് എല്ലാ സ്ഥലവും എന്താ പറയുക സമാധാനമായിരുന്നു. ഇവിടെ നിന്നാണ് ഒന്ന് ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റുന്നേട്ടാ. നോക്കിക്കോ എന്ത് ഫാസ്റ്റായിട്ട് വെട്ടിയിട്ട് പോകണേന്ന് നോക്കിയേ. പണ്ട് ആൾക്കാർ കൈകൊണ്ട് വെട്ടി, ഇന്നലെ ഒരു വീഡിയോ കണ്ടു നമ്മൾ. അതിൽ ഒരാൾ ആണുങ്ങൾ മൊത്തം കൈകൊണ്ട് വെട്ടിയിടും, പെണ്ണുങ്ങൾ ഇത് പറക്കി കൂട്ടും. അങ്ങനെയായിരുന്നു പണ്ട് ചെയ്തായിരുന്നു എത്ര ഈ പണി. ഇതേ കണ്ട കരിമ്പ് ആ വെട്ടണേൻ്റെ ഒപ്പം ചില പീസൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. കണ്ട വൈക്കോല് പോലെ കിടക്കുന്നുണ്ട് ഇവിടെ. കണ്ട മൊത്തം. Oh, itchy. Yeah, itchy. Yeah. Oh, yeah. That way we wear this protective suit. Oh, yeah? Yeah. So don't go too far in. Yeah, I don't. Yeah. How long you working this job for? 35 years. 35 years. കണ്ട ഒരു ഫുൾ ട്രക്കിലേക്കുള്ള കരിമ്പുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കണ്ട ഇതൊക്കെ കള്ളായി മാറാനുള്ളതാ. അങ്ങനെയുണ്ട്. പുള്ളി പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അധികം നടക്കണ്ട, നമ്മുടെ കാലിൻ്റെ മുകളിൽ നിറച്ച് ചൊറി പോലെ വരുമെന്ന്. അതാണ് അവരൊരു പ്രൊട്ടക്ടർ ഇട്ടിട്ടുള്ളത്. കണ്ട പുള്ളിയുടെ മേലൊരു കവർ ഇട്ടാണ്. കണ്ട ഇതേ ഫ്രഷ് കരിമ്പ് ഉണ്ടായി വരുന്നു ഇവിടുന്ന്. കണ്ട നമ്മുടെ നാട്ടിൽ കൊടേരി വാവിന് തിന്നണ കരിമ്പല്ല കേട്ടാ. ഇത് മറ്റേ ആ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു വെള്ളക്കരിമ്പില്ലേ, ആ കരിമ്പാണിത്. കണ്ട പുള്ളി പിന്നെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഈ വർഷം നട്ടിട്ടുള്ളതാണ്. ഒരു വർഷം 18 മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കരിമ്പ് വിളവെടുക്കുള്ളൂ എന്നാണ്. അപ്പോൾ 18 മാസം കഴിഞ്ഞിട്ടുള്ള കരിമ്പാണ് കേട്ടോ. ഇപ്പോൾ അതേ അവരവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ട നമ്മുടെ നാട്ടിലെ പോലെ പാടത്ത് പൂട്ടുമ്പോഴത്തെ കൊറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ട്രക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അത് ലോഡ് ചെയ്യണത് കാണാം കേട്ടോ. നമുക്ക് കറക്റ്റ് സമയത്തിന് നമ്മളിവിടെ എത്തി. നമ്മുടെ JCB ഒക്കെ പൊന്തറ പോലെ പൊന്തി പോണ്ടിട്ടാ. ഇനി ഈ കാണുന്നതാണ് ഫോർ സ്ക്വയർ ഡിസ്റ്റിലറി. ഇതിന് ചുറ്റും നിങ്ങൾ നോക്കിയാൽ വീണ്ടും നിറച്ച് കരിമ്പ് കൃഷി കാണാൻ പറ്റും. ഈ കരിമ്പ് കൃഷിയെല്ലാം ഇവരുടെ സ്വന്തമാണ് കേട്ടോ. അതായത് ഫോർ സ്ക്വയർ ഡിസ്റ്റിലറിയുടെ സ്വന്തമാണ്. അപ്പോൾ ഇത്രയും കരിമ്പ് കൊണ്ട് ഇതിന് മാത്രം കള്ളൊക്കെ ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവൻ വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു ചിന്ത വരും. അതായത് 30/24 കിലോമീറ്റർ ആകെ സാധനത്തിൻ്റെ വലുപ്പമുള്ളൂ. ഇതിന് മാത്രം കരിമ്പോടി ഉണ്ടാക്കേണ്ടത്, ഇതിന് മാത്രം മറ്റേ കള്ള് വിൽക്കാനായിട്ടെന്നുള്ളൊരു ചോദ്യം അല്ലേ സ്വാഭാവികമായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ കൃഷി പഞ്ചസാരയ്ക്ക് വില ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പഞ്ചസാരയ്ക്ക് വില തന്നെ ആര് കരിമ്പ് കൃഷി ചെയ്യണില്ല. എനിക്ക് തോന്നണേ ഇവിടെ ഈ പേര് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് 4-3-7 കരിമ്പ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ. മെജോറിറ്റി ഓഫ് മൊളാസസും അതുപോലെ തന്നെ കരിമ്പും ജ്യൂസൊക്കെ എല്ലാം തന്നെ ഇവരിപ്പോൾ പുറം രാജ്യത്തു നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഡിസ്റ്റിൽ ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് കരിമ്പിൻ്റെ. അതുകൊണ്ട് ഇനി ഫോർ സ്ക്വയർ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബാർബേഡോസിൻ്റെ സ്വന്തം അല്ലെങ്കിൽ ബാർബേഡിയൻ ഫാമിലീസാണ്. അതായത് അവിടെയുള്ള പണ്ട് ചെന്നുപെട്ടിട്ടുള്ള യൂറോപ്യൻസിലുള്ള അവിടെ ജനിച്ചു വളർന്ന ആളുകളിലെ ഏറ്റവും അവസാനത്തെ ആളായിട്ടുള്ള അല്ലെങ്കിൽ ആ കണ്ണിയിലുള്ള റിച്ചാർഡ് സീലാണ് ശരിക്കും നമ്മുടെ ഈ ഫോർ സ്ക്വയർ റം ഡിസ്റ്റിലറി ഓൺ ചെയ്യണത്. ഇവരുടെ ഓണേഴ്സ് 2 പേരും ന്യൂസിലാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ ഞാൻ അവിടെ വെച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അരുമാമയും കൂടിയിട്ട് ഇവിടെ വന്നു. കിട്ടുക്കാൻ സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ഇതാണ് സ്ഥലം. നമുക്കിനി പോയിട്ട് സുത്തി പാത്തിട്ട് വാരേ. ഓക്കെ, നമ്മുടെ ഫോർ സ്ക്വയറിൻ്റെ ഓണറാണ് കേട്ടോ പോണേ.
but on Wait till I get on Gail. പണ്ട് ഷുഗർ വന്നിരുന്നതായിരുന്നു ഇവിടെ. So still it's working, right? still working, and the scale is inside, so the sugar cane still comes up, is weighed here, and then taken to our cane crushing plant round the back. Yeah. ഇവിടെ ലോറി കൊണ്ടുവന്ന് നിർത്തി ഷുഗർ അല്ലെങ്കിൽ മറ്റേ കരിമ്പ് ഇവിടെ തൂക്കും. അതിൻ്റെ ഉള്ളിലാണ് വെയിങ് സ്കെയിലുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗാണ് ഇത്, മനസ്സിലായില്ലേ? ഇത് കണ്ട Airbnb ഇവർക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കള്ള് കുടിച്ച് ഇവരുടെ ബാറിൽ നിന്ന് എൻജോയ് ചെയ്ത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് കംപ്ലീറ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള 2 ബെഡ്റൂമും 2 ബാത്റൂമുള്ള അടിപൊളി അക്കോമഡേഷനാണെന്ന് പറഞ്ഞത്. നല്ല ആൾക്കാരാട്ടാ. ഞാൻ അവർക്ക് ഒരു ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് അയച്ചുള്ളൂ, ഈ റമ്മൻ്റെ സ്ഥലം വന്ന് കാണണമെന്ന്. പുള്ളിക്കാരി എനിക്ക് വേണ്ടി, അത് ഓണറാണ്, എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് സ്ഥലമൊക്കെ കാണിച്ചു തരികയാണ്. കുഞ്ഞു കുട്ടികളുടെ പോലെ. We got this plenty in India in our place. So we call flower tree because you got that little so the name is a flower tree. നമ്മുടെ പൂമരത്തിൻ്റെ. And these seeds, you have a seeds inside, right? It's very strong seeds, so we roast it and we eat it like pine nuts. Oh, I didn't know that. Yeah. I don't think we do that with them. Yeah. We use it like in music and things like that too. Yeah, that's the thing. It's like a pine nut, bit of a job though. Oh, I bet. Yeah. ഇനി ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കണേന്നുള്ളത് കഥ പോലെ പറയട്ടെ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫാനൊക്കെ തിരിയുന്നുണ്ട്. ഫാക്ടറിയുടെ ഉള്ളിലെ ശബ്ദം ഭയങ്കര ലൗഡായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞതൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് കേൾക്കാണ്ടായിരുന്നില്ല. So this is the main distillery. This is the fermentation hall. The fermentation. So only fermentation happens here. Fermentation. We have 2 different fermentation halls. We have molasses fermentation and juice fermentation. Yeah. So this is the molasses fermentation hall. പഞ്ചസാര അതല്ലെങ്കിൽ കശു മാങ്ങ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരു മെയിൻ സാധനം എടുത്തിട്ട് അതിൽ വെള്ളവും ഈസ്റ്റും കലക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് വാഷ്, അല്ലേ? അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് വാഷാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഒന്ന് മൊളാസസ്, അതായത് ശർക്കരയുടെ അടി, അതുപോലെ തന്നെ വെള്ളം, ഈസ്റ്റ്, ഇതെല്ലാം ചേർത്തിട്ട് ഈ ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ഈ 2 ചേംബറിൽ വാഷ് കലക്കി വെക്കുകയാണ്. ഏതാണ്ട് 48 മണിക്കൂറാണ് ഇവർ വാഷ് കലക്കി വെക്കുക എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന മറ്റ് 2 ടാങ്കുകൾ ഫ്രഷ് കരിമ്പിൻ ജ്യൂസ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ കരിമ്പ്, ആ കരിമ്പിൽ നിന്നുള്ള ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള വേറെ സെപ്പറേറ്റ് വാഷ്. ഇനി ഈ 2 വാഷും മെച്ചൂർ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇതിൻ്റെ ഡിസ്റ്റിലിംഗ് യൂണിറ്റ് ഉണ്ട്. എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിസ്റ്റിലിംഗ് കാണാൻ പറ്റും. എന്താണ്? ഒന്ന് പോട്ട് ഡിസ്റ്റിലിംഗ്, ഒന്ന് കോളം ഡിസ്റ്റിലിംഗ്. പോട്ട് ഡിസ്റ്റിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടിലെ പഴയ കലം വാറ്റൽ. അതായത് ഒരു കോപ്പറിൻ്റെ കലം, ആ കലത്തിനകത്ത് നമ്മൾ വാഷ് ഒഴിക്കുന്നു, അടിയിൽ നിന്ന് തീ കൊടുക്കുന്നു, നീരാവി, ആൽക്കഹോൾ ഏതാണ്ട് 73 ഡിഗ്രിയിൽ ഇവാപ്പറേറ്റ് ആവും, നീരാവി പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന നീരാവി ഒരു ടാങ്കിൽ വെള്ളമാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൈപ്പ് റണ്ണി ഉണ്ടാവും. ആ പൈപ്പിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം കണ്ടൻസേഷൻ ഉണ്ടാവുകയും അപ്പുറത്തേക്ക് ആൽക്കഹോൾ വരികയാണ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇത്ര പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്തൊരു ആൽക്കഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ വാഷിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ റെസിഡ്യൂസ് ഉണ്ടാവും, എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കിൽ ഡെവിൾ, ചാത്തൻ പോലും ചാവാവുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോളാണ് പുറത്തേക്ക് വരിക. ഓക്കെ, അതിൽ കുറേ ചണ്ടി, അതായത് ചണ്ടി എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ റെസിഡ്യൂസും ഭയങ്കര സ്ട്രോങ് കണ്ടന്റ് എല്ലാം ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും? വീണ്ടും ഈ സംഭവം എടുത്തിട്ട് ഒരു തവണ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഡിസ്റ്റിൽ ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഡിസ്റ്റിൽ ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക? നല്ല ഗുഡ് ക്വാളിറ്റി ആൽക്കഹോൾ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആൽക്കഹോൾ കിട്ടുന്നു. പക്ഷേ ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഗുണമുണ്ട്. എന്താ ഗുണം എന്നറിയാമോ? ഈ സംഭവത്തിന് നല്ല ഫ്ലേവർഫുൾ, നല്ല അരോമാറ്റിക് ഫ്ലേവറൊക്കെ ആയിട്ടുള്ള കള്ളാണ് പോട്ട് ഡിസ്റ്റിലിങ്ങിൽ കിട്ടുക. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ലോകത്തിലേക്ക് മുഴുവൻ കള്ളെത്തിക്കാൻ പോട്ട് ഡിസ്റ്റിലിംഗ് മെത്തേഡ് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് പോട്ട് ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള മെജോറിറ്റി ആൽക്കഹോൾ ലൈക്ക് സ്കോച്ച് വിസ്കി ഒക്കെ ഇമ്മാരി വിലയ്ക്ക് വരുന്നത്. സിംഗിൾ മോൾട്ട് സ്കോച്ച് വിസ്കി എന്ന് കേട്ടിട്ടില്ലേ? ദേ യൂസ് ഈ സിംഗിൾ മെത്തേഡ്, കാരണം മോർ ഫ്ലേവറാണ്. ഇനി രണ്ടാമത് കാണുന്നതാണ് കോളം ഡിസ്റ്റിലിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കള്ളുകടക്കാരും ചെയ്യണം. ഈസി മേക്കിംഗ് ആണ്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ്? മുകളിലേക്ക് ചെറിയ ബൈനോക്കുലർ പോലെ ഓട്ട, അല്ലെങ്കിൽ കപ്പലിൻ്റെ സൈഡിലൊക്കെ ജനല കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഓട്ട. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ താഴെ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ വാഷ് കൊണ്ടൊഴിച്ചിട്ട് തീ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിക്കുന്നു, ചൂടാകുന്നു, മുകളിലേക്ക് എന്തുണ്ടാകുന്നു? ഫസ്റ്റ് സ്റ്റീം പുറത്തേക്ക് വരുന്നു, അതിനെ ഒരു ചെറിയ ഭാഗത്ത് ഹോൾഡ് ചെയ്യുന്നു, വീണ്ടും അവിടെ നിന്ന് ചൂടാക്കുന്നു, വീണ്ടും മുകളിലേക്ക് ഈ സ്റ്റീം പുറത്തേക്ക് പോകുന്നു, അത് വീണ്ടും കണ്ടൻസേറ്റ് ആയിട്ട് ലിക്വിഡായി മാറുന്നു, അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക്, അതായത് മുകളിലേക്ക് കണ്ടൻസേഷൻ ഇവാപ്പറേഷൻ അങ്ങനെ മുകളിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഈ റെസിഡ്യൂ ഒക്കെ കുറവുള്ള പ്യുവർ ആൽക്കഹോൾ ഒറ്റയടിക്ക് കിട്ടും.
ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ മെജോറിറ്റി റമ്മുകൾ, വോഡ്കകൾ എങ്ങനെയാണ് ഇതിന് മാത്രം കോടിക്കണക്കിന് ലിറ്റർ വിറ്റ് പോണേ, ഈ കോളൻ ഡിസ്റ്റിലിംഗ് ആണ്. അപ്പോൾ ഇവിടെ 2 മെത്തേഡ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഉണ്ടാക്കി വന്നിട്ടുള്ള ആൽക്കഹോൾ റിച്ചാർഡ് സീൽ, അതായത് ഇവിടുത്തെ മാസ്റ്റർ ബ്ലെൻഡർ, പുള്ളിയെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, അകലെ എന്നിട്ട് പുള്ളി പണിയെടുക്കുന്നത് കാണാനുള്ളതല്ലാണ്ട് പുള്ളിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പുള്ളിയുടെ വൈഫിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇനി പോകുമ്പോൾ നമുക്ക് പുള്ളിയായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ പുള്ളി എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ആൽക്കഹോൾ കൂടെ വന്നല്ലോ, ഇതിനെ പുള്ളിയുടെ ഇത്രയും കാലത്തെ നോളജ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഇതിന് 2നെയും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ചിലത് പോട്ട് ഡിസ്റ്റിലിംഗ് മാത്രമുള്ള സ്പെഷ്യൽ, അതല്ലെങ്കിൽ അവരുടെ എക്സോ കാറ്റഗറിയിലേക്കൊക്കെ വരണേനെ പുള്ളി മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലാത്ത 10 വർഷം 8 വർഷമൊക്കെ ഉള്ളതൊക്കെ പുള്ളി ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബർബൺ വിസ്കി കാസ്കുകൾ, മദീര കാസ്കുകൾ, മാർസാല കാസ്കുകൾ, ഇതിൻ്റെ ഉള്ളിലേക്ക് എത്ര വർഷത്തേക്കാണോ ഏജ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് പുള്ളി പാക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടും പുള്ളി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡിഫറെൻറ്റ് ഏജ്ഡ് ആയിട്ടുള്ള റമ്മുകളെയും ബ്ലെൻഡ് ചെയ്തിട്ടാണ് പുള്ളി ആക്ച്വലി ഇവിടുന്ന് റമ്മ് പുറത്തേക്ക് പുള്ളിയുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡായിട്ടുള്ള ഡൂർലീസിൻ്റെ എക്സോ അല്ലെങ്കിൽ ഡൂർലീസിൻ്റെ 12 വർഷം 14 വർഷം ഒരുപാട് അവരുടെ കുപ്പികളൊക്കെ വാങ്ങി വളഞ്ഞതും തിരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൽക്കഹോൾ അവിടെ നിന്ന് വിറ്റ് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ചെയ്ത റമ്മുകളിലൊക്കെ വെച്ചിട്ട് ഫോർ സ്ക്വയറിൻ്റെ ഡൂർലീസിൻ്റെ എക്സോയാണ്. അതിൻ്റെ ഒരു യുണീക്ക് ഫ്ലേവർ, ക്രിസ്പിനെസ്, നല്ല അരോമാറ്റിക് ഫ്ലേവർ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഇത്രയും ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ടുള്ള സട്ടിലായിട്ടുള്ള അടിപൊളി റമ്മാണ്. ഇനി റിച്ചാർഡ് സീലിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി, ഈ ലോകത്തിൽ നമുക്കറിയാം ഒരുപാട് പോപ്പുലർ റമ്മുകളുണ്ട്. എന്താണ്, ബക്കാഡി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഓൾഡ് ബങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ ടൺ ഉണ്ട്, ഹവാന ക്ലബ് ഉണ്ട്, ക്യാപ്റ്റൻ മോർഗൻ ഉണ്ട്, ഒരുപാട് റമ്മുകളില്ലേ. ഈ റമ്മുകളിലൊക്കെ വെച്ചിട്ട് എന്താ പറയുക, റമ്മിനെ ഒരു ഹയർ സ്റ്റാൻഡേർഡിലേക്ക് ഇന്ന് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് റിച്ചാർഡ് സീൽ. നിങ്ങൾ ഈ റമ്മിനെ കുറിച്ച് എവിടെ വേണമെങ്കിൽ വായിച്ചു നോക്കിയാലും പുള്ളിയുടെ പേര് വരുന്നത് കാണാൻ പറ്റും. അതായത് വിസ്കി പോലെ, ബ്രാൻഡി പോലെ ഫേക്ക് അല്ലെങ്കിൽ ഒരു ഫേക്ക് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു തല്ലിപ്പൊളി ബ്രാൻഡിൽ ഇരിക്കേണ്ട ഒരു സാധനമല്ല റമ്മ്. റമ്മിലും ഗുഡ് ക്വാളിറ്റി റമ്മുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർ സ്ക്വയറിൻ്റെ എല്ലാ റമ്മുകളും ഇവർ ഒരു ആഡഡ് സാധനങ്ങളോ ആഡഡ് ഷുഗറോ ഒന്നും ചേർക്കാതെ ജെനുവനായിട്ട് ഏജ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കുന്ന റമ്മുകളാണ് ഫോർ സ്ക്വയറിൻ്റെ റമ്മ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ യു മസ്റ്റ് ട്രൈ. ഇവിടെ ഞാനൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു കോക്ടെയിൽ നമുക്ക് ഇത് വെച്ചിട്ട് അല്ലല്ല, ഞാൻ ആക്ച്വലി ഒരു കോക്ടെയിൽ ട്രൈ ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ ആദ്യത്തെ തമ്പനയിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റം, ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, നമ്മൾ 3 മേടിച്ചോട്ടാ. അടിപൊളി സാധനമാണ് എക്സോ, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇന്നലെ നമ്മൾ മൗണ്ട് ഗേഡ് എക്സോ കഴിച്ചത്. അതുപോലെ ഇത് കോക്ടെയിലിൽ മിക്സ് ചെയ്യാനുള്ള അവരുടെ ഫാൽനം പറയാൻ തന്നെ കുറച്ച് പാടാ. വൺ ഓഫ് ദ പോപ്പുലർ ഫാൽനം എന്ന് പറയുന്നത് ഇത് ഗെയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ബെയിലീസ് പോലെ ഇവരുടെ ലിക്കിയർ കേട്ടോ, നല്ല സൂപ്പർ ലിക്കിയർ, ഇതുവരെ കഴിച്ചതിൽ ബെസ്റ്റ് ലിക്കിയർ, ബെയിലീസിനേക്കാളും ബെറ്റർ, ബ്യൂട്ടിഫുൾ. ഇവരെ ടൗണിലുള്ളൊരു ബീച്ചാണ് കേട്ടോ. എന്താ കളറ്! ഇന്നിപ്പോൾ 3ാമത്തെ ദിവസം നല്ല വെയിലുണ്ട്, അടിപൊളി ഇവിടെ നിന്ന് കാണാൻ. കളർ നോക്കി, ബീച്ചിൻ്റെ കളർ നോക്കി, ടീഷർട്ടിൻ്റെ ഒക്കെ കളർ പോലെ. കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക്, അത്ര ലൈറ്റ്, സൂര്യൻ, ബ്ലൂ എല്ലാം കൂടെ കണ്ണിലേക്ക് അടിക്കുന്നു. എന്ത് ബീച്ചാണ് നോക്കിയത്, എന്ത് ക്ലീനാവുന്നത്. കംപ്ലീറ്റ് ഇവരെ ടൗൺ ഇവിടെ നിന്ന് കാണാട്ടാ. നമ്മളിത് ഇന്നലെ കണ്ട ബ്രിഡ്ജ് ടൗൺ പോർട്ട് കണ്ട, അപ്പുറത്ത് അവിടെ ഷിപ്പ് എടുക്കുന്ന കണ്ട.
sorry. You gave me that or something? You gave me that or something? This thing got everything in with that water. He's drinking a soda water. താങ്ക് യു. There's some Barbados here, man. We start on mornings with a little rum. Yeah, too much rum like yesterday and day before yesterday, so getting a break. No, you got it wrong, partner. In Barbados, there's nothing called too much rum. Barbados, there's nothing called too much rum. ബാർബഡോസിൽ ടൂ മച്ച് റം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ. No, if he had to sing like well, when we didn't see it a long time, you'd probably go like, you probably go like, okay, hello, dancing for this is Louis. I thought it's so nice to have you back where you belong. I got you back to back. I got you back. Yeah, thank you. Find the work, yeah. I said that. Find the work, I thought you never go there again. Hey, done. If you want to hear me pay $50 to come to my concert next Saturday at National Stadium. That's cheap. That's cheap. Oh, sorry, it's $100. I forgot it. Price went up. Barbados. No, you went. Life is sweet, boy. Enjoy it. You know that my tea. Let me give it this. Hello, Earl Grey cup of tea. Now the first thing you must get for Earl Grey tea is good Earl Grey tea. ഈ സാവി ബാറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. ഇവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പള്ളിയാണ്. ഇവിടെയുള്ള മലയാളി ഫാമിലിയൊക്കെ റിജാക്കിയില്ലേ, അവർ പോണ പള്ളിയാണ് കേട്ടോ ഇത്. 100-300 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ ഈ പള്ളി. സൂപ്പർ പള്ളി. ഇവിടുന്ന് ഈ സൺസെറ്റ് അടിക്കുമ്പോൾ കാണാൻ. ഇപ്പുറത്ത് ബീച്ചിൻ്റെ അപ്പുറത്ത് പള്ളി. നന്നായിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ ബീച്ചിലേക്ക് പോകുമ്പോൾ ചെറിയ ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ടാവില്ലേ, അതിൽ അച്ചാർ വെച്ചിട്ടുള്ള മറ്റേ നാരങ്ങയൊക്കെ, പൈനാപ്പിള്, അതുപോലത്തെ ചെറിയൊരു കട. നല്ല രസം. ഇവിടുത്തെ മണലിൻ്റെ കളർ കണ്ട, ബീച്ചിൻ്റെ സൈഡിലെ ക്രീമിഷ് കളറാണ്. ഭയങ്കര ഭംഗി. അത് മാത്രമല്ല ഭയങ്കര ഫൈനായിട്ടുള്ള മണ്ണാണ് കേട്ടോ. കണ്ട, ഭയങ്കര പൊടി, ഭയങ്കര നൈസ് അരിപ്പൊടി പോലെ കണ്ട. നല്ല അടിപൊളി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ചെറിയ കൂടാരം പോലത്തെ അതിൻ്റെ അപ്പുറത്തുള്ള മഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നല്ല രസം സൺസെറ്റ് അടിക്കുമ്പോട്ടാ. സൺസെറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം നോക്കിയ ടൗണൊക്കെ നല്ല രസം. ബ്യൂട്ടിഫുൾ കളേഴ്സ്. രാവിലെ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ ബോട്ടുകൾ യാത്ര ചെയ്യലായിരുന്നു. ഇപ്പോൾ ലോട്ടായിട്ട് ആക്കണ്ട, അവിടെ കര പൊന്തി വന്നു. ഇവിടെ നൈറ്റ് ലൈഫുള്ളൊരു കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഇത് വെച്ചാൽ കണ്ട സെൻറ്റ് ലോറൻസ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സെൻറ്റ് ലോറൻസ്. അതിൻ്റെ അപ്പുറത്ത് കണ്ട ഗ്യാപ്പ്, സെൻറ്റ് ലോറൻസ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പിനുള്ള കൂടെ പോയ കിടിലൻ നൈറ്റ് ലൈഫ്. ടിപ്പിക്കൽ ഗോവയൊക്കെ പോലെയുള്ള നല്ല ബിസി അടിപൊളി ആംബിയൻസുള്ള കിടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ എൻട്രൻസാണ് ഇത് കണ്ട. എപ്പോഴും നിറച്ച് പോലീസാട്ടാ. അപ്പോൾ നമ്മൾ ഈ ക്രൈം കൂടിയിട്ടാണ് നല്ല ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന കാരണം തന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്താനാണ് എപ്പോഴും റോഡിലൂടെ പോലീസ് പോയിക്കൊണ്ടിരിക്കും. ഈ രാജ്യത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ടൂറിസമാണ്. അപ്പോൾ ടൂറിസ്റ്റിന് ഒന്നും പറ്റരുത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ എപ്പോഴും പോലീസാണ്. എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ വന്ന് തന്നാ കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്താ ചെയ്യാന്ന്. ഇല്ല, നീ നിൻ്റെ ഒരു സോവനിയർ ആക്കിയിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് നിന്നതാ പുള്ളി. ചർച്ചിൻ്റെ പേര് കണ്ടോ, സെയിൻറ്റ് ലോറൻസ് ചർച്ച്. ഇവിടെ എല്ലാ വീടിൻ്റെ അഡ്രസ്സിനും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, പാരിഷിൻ്റെ നെയിം എന്താണെന്നുള്ളത്. സെയിൻറ്റ് ലൂഷ, സെയിൻറ്റ് ലോറൻസ്. പള്ളിയുടെ സൈഡിൽ നിറച്ച് ബാർ, 100 മീറ്റർ 50 മീറ്റർ ഒന്നുമില്ല. പള്ളിക്ക് ചുറ്റും ഗ്രൗണ്ടിന് ചുറ്റും കാണികളിരിക്കുന്ന പോലെയാണ് പള്ളിക്ക് ചുറ്റും ബാർ കേട്ടോ. ഓക്കെ, പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. ഇതാണ് ആ പള്ളി കണ്ട.
അതിൻ്റെ ഫ്രണ്ടിലാണ് ആ കാണുന്നതാണ് സെന്റ് ലോറൻസ് സ്ട്രീറ്റ്. ഇപ്പോൾ വൈകിട്ട് 6 മണി. സെന്റ് ലോറൻസ് ഗ്യാപ്പ് കോയറ്റാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, സ്മോൾ അടിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാടായിട്ടില്ല. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടോട്ടെ ഈ സ്ഥലം എങ്ങനെയാണെന്നുള്ളത്. നല്ല രസമായി, ബ്യൂട്ടിഫുൾ. ഇപ്പുറത്ത് നല്ല സൂപ്പർ വീടുകളും അപ്പാർട്ട്മെൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അരുമാമ എന്താ അവിടെ മേടിക്കാക്കുന്നുണ്ട്. മാമാ ഇക്കൊരു കൂട്ടക്സ് മേടിച്ചരോ? ഇവിടെ അങ്ങോട്ട് മൊത്തം ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പാട്ടോ. എല്ലാവരും വൈകുന്നേരം വന്ന് നല്ല ചിൽ മൂഡ്. ഇവിടെ റം ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ കടകളുണ്ട്. റം ഷോപ്പ് അവിടെ മെയിനായിട്ട് റമ്മ് ലിക്കർ, അതുപോലെ തന്നെ കോക്ടെയിൽ, അങ്ങനത്തെ സംഗതികൾ കിട്ടുന്ന സ്ഥലമുണ്ട് ഈ റം ഷോപ്പ്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ഈ കട നോക്കി, ഷാർക്കീസ് ട്രോപ്പിക്കൽ കഫേ. നല്ല രസമുണ്ട്. ഗോവയിൽ നമ്മുടെ ഒരു എന്താ എൻ്റെ ഒരു പേര് മറന്നുപോയി. ഒരു സച്ചിനൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ, അതുപോലെയുണ്ട്. നമ്മുടെ റം ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഇത് നോക്കിയ അപ്പാർട്ട്മെൻറ്റ് എന്താ അടിപൊളിയാണ്. ഇത് അപ്പാർട്ട്മെൻറ്റാണെന്നല്ലേ മാമ? ഹോട്ടലാണിത്. മൗണ്ട് ഗേ വിത്ത് എക്സോ എങ്ങനെയുണ്ട്? സ്മൂത്താണോ? മാമൻ്റെ ഇതാണ് റം ഷോപ്പിൽ നിന്ന് നമ്മൾ റം അടിക്കണം കേട്ടോ. മൗണ്ട് ഗേയുടെ എക്സോ ഏറ്റവും ടോപ്പ് അല്ലേ? എത്രയേന് നമ്മൾ ചോദിക്കണമല്ലേ, ചുമ്മാ അടിക്കാന്ന്. What's your name? Kevin? Yeah. Oh, yeah. Nice to see you, Kevin. Yes, yes. So, what is this rum shop means? What is this? Well, we basically serve rum, as you can see. Yeah. Different kinds of rum. We have Barbados rum. Yeah. Rum from different countries as well. Spice rum, regular rum, white rum, and brown rum. So you do only rum or any other? We do cocktails. We do vodka, whiskeys, and any other of this sort. And this is a common thing in Barbados, like plenty rum shops, right? Yeah. Ah, yeah. You've been working here for quite long, or Just for a few months. few months? Yeah. You liking it? Yeah. You used to work the same job before, or nah? Yeah. Basically. Similar. I'm also a chef as well. You're a chef. Yeah. I am a chef too. So these are the best rums in Barbados. Yes, this is the best Barbados rums made here in Barbados. So which is the best out of Best. which one you say? The best would be this one here. The Mount Gay XO. Yeah. Oh, we had this one actually today. Yeah. That's the best one. Very smooth, right? Yes. This is also Barbados brand, Yes, this is also a Barbados brand. But Good one? this is a cheaper brand. but still is a good one, right? Yeah, still is very. And this is also a cheaper one. Yeah, but this is the better of the cheaper. ones. If we want to pick a cheapest one and the best one. Yeah. Right? This one. And the top is Mount Gay. Yeah. Nice to see you, eh? Yeah. You have a good night. Yeah. I hope you enjoy your stay. Yeah, thank you. ഇതൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി എന്ത് രസമാണെന്ന് അറിയോ? പഴയ വിൻഡോസ്, സൈഡിൽ ഇങ്ങനെ കെറിവുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ റമ്മടിച്ചിട്ട് ഇറങ്ങി. നല്ല രസമുള്ള സ്ട്രീറ്റ് കേട്ടോ, അടിപൊളി സ്ട്രീറ്റ്, ബ്യൂട്ടിഫുൾ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം പേപ്പർ കാണാനില്ല ഇവിടെ. ഒരു കച്ചട അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഒരു സാധനം ഒന്നും ഈ റോഡിലില്ല. കണ്ടോ എന്ത് ടൈഡിയാണെന്നറിയോ? ഹോൾ ബാർബേഡോസ് മൊത്തം ഇവിടെ കിടന്ന് കറങ്ങി. ഒരു സ്ഥലം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണ പോലെയാണ് തോന്നുന്നത്. പെരുന്നാൾ എവിടെയും പെരുന്നാൾ അതുപോലത്തെ കളേഴ്സാണ്, ബ്യൂട്ടിഫുൾ. കള്ളാണെങ്കിൽ ഒടുക്കത്തെ ചീപ്പ്, അടിച്ച് മരിക്കുക ഇവിടെ. ഇവിടെ പുള്ളി ക്രിക്കറ്റ് ഫാനാണ്. എല്ലായിടത്തും ബാക്കിൽ പാട്ടുണ്ട്, മിക്കവാറും ബാൻ ചെയ്യാനാ. ഇത് കണ്ട ഇവിടെ ക്രിക്കറ്റ് സ്റ്റമ്പൊക്കെ വെച്ചിട്ടുണ്ട്. പേര് തന്നെ സ്റ്റംസ് എന്നാണ്. ബോളൊക്കെ ഉണ്ട്. ഇത് മാമ റം ഓർഡർ ചെയ്തു. മുംബൈ ഇന്ത്യൻസിന്റെ കളിയാ മുകളിൽ ഓർഡറേ. ചിയേഴ്സ് മാമ, ക്രിക്കറ്റേഴ്സിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് കക്കൂസ് വ്ളോഗ് ചെയ്ത ആള് ഞാനായിരിക്കും. നോക്കുക, ഇത്രയും തിരക്കുള്ള ഈ സ്ട്രീറ്റിൻ്റെ ഉള്ള ടോയ്ലറ്റ് പോലും ബ്യൂട്ടിഫുൾ. ഒരു പേപ്പർ കഷ്ണം സൈഡിലോ. ഈ ടോയ്ലറ്റ് നോക്കിയേ, സോ ബ്യൂട്ടിഫുൾ. മൂത്രം ഒഴിക്കാൻ തന്നെ തോന്നുന്നില്ല. ചോറുണ്ടല്ലോ ഞാനല്ലേ. ഇത് നോക്കുക നിങ്ങൾ. ഇവിടെ പൈസ കിട്ടും. കേട്ടാ നോക്ക്,
too good. Very clean, tidy. How എന്താ പറയുക എത്ര ബെസ്റ്റ് സിറ്റിസൺസ് ഇൻ ദ വേൾഡ് അല്ലേ. ബ്യൂട്ടിഫുൾ. ഇവർക്കറിയാം ടൂറിസമാണ് ഏറ്റവും ബെസ്റ്റ്. ആ ടൂറിസം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ തൻ്റെ കൺട്രിയിൽ പൈസ ഉണ്ടാവുള്ളൂ എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ഇനി മൂത്രം ഒഴിക്കുന്ന ഒരു പാങ്ങൂണി വീഡിയോ ആക്കിയിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ കട്ട് ചെയ്യും. നമ്മൾ സ്റ്റംസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇനി അടുത്തത് ഇപ്പോഴത്തെ ടബു. അടിച്ച് കിണ്ടി സത്യം പറഞ്ഞാൽ ഈ സമയം കൊണ്ട്. ടബു നല്ല പേര് കൊള്ളാം. നമ്മുടെ ടബുവിനെ ഓർമ്മ വരണേ. കാലാപാനി സിനിമയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. മാമനെ അടിച്ച് കിണ്ടിയാന്ന് തോന്നുന്നുണ്ട്. നല്ല കളേഴ്സ് ഉണ്ടാവും. ഭയങ്കര ഭംഗി. എങ്ങനെയാണ് ഈ ഭംഗിയെ നിങ്ങളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാന്ന് എനിക്കറിയില്ല. വെള്ളം അടിച്ച കാരണം നാവൊക്കെ കൊയാന്നാ പോണേ. റമ്മോ റമ്മ്. നല്ല വൈബ് കേട്ടോ മാമ. കൊള്ളാം. ഇവിടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ മാമ. കയറിയേക്കാം. ഫുഡ് ഉണ്ട് അവിടെ. എങ്ങനെയുണ്ട്? അടിച്ച് കിണ്ടി കേട്ടോ. റമ്മ അവിടുന്ന് $4 $6 കുത്തിക്കയറ്റിട്ടേ നല്ല ഫിറ്റായി. ബാർബഡോസ് വൈബ്സ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലീൻ സ്ഥലം എന്നൊക്കെ പറഞ്ഞാണല്ലോ. എനിക്ക് ഇതുപോലൊരു സ്ഥലം ലൈഫിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത്രയും അടിപൊളി ക്ലീൻ, അല്ലെങ്കിൽ എന്താ പറയുക വൈബോ വൈബ്. ഇനി അടുത്ത ബാർബഡോസ് വീഡിയോയിൽ അവിടുത്തെ ഫിഷ് മാർക്കറ്റ്, പിന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈയിങ് ഫിഷ് അവിടുത്തെ നാഷണൽ ഡിഷാണ്. അത് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്, അവരെന്നെ മീറ്റ് ചെയ്യാം. പിന്നെ മൗണ്ട് ഗിയർ ഡിസ്റ്റിലറി നമുക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ ബൈ.